ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാൻവാസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഔട്ട്ലൈൻ പെൻസിൽ വെച്ച് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഈ സൈഡിൽ വരച്ചില്ലേ അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചു കൊടുക്കണം കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ വരച്ചില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക, അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം ബ്ലാക്ക് കളർ മിക്സ് ആക്കിയിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്കൈ ബ്ലൂ കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ആ കളർ യൂസ് ചെയ്ത് നമ്മളിതിൻ്റെ മേൽഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ സ്കൈ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തില്ലേ അതും ഈ സ്കൈ ബ്ലൂവും കൂടി ചേർന്ന ഭാഗത്ത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ബ്ലറാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു രണ്ട് പെയിൻറ്റും കൂടി ചേർന്ന സ്ഥലത്തുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ആദ്യം ഗ്രേ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ബ്ലാക്ക് കളർ ഇതിൽ വേണം കേട്ടോ. ഞാൻ ആദ്യം ഗ്രേ കളർ അടിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി ബ്ലാക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സൈഡിലൊക്കെ കുറച്ചും കൂടി ബ്ലാക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. അത്യാവശ്യം ഡാർക്കായിട്ടാണ് വേണ്ടത്, എന്നാൽ ഇടയിൽ കുറച്ച് ഗ്രേ കളർ കാണും വേണം. ആ രീതിയിലാണ് നമുക്കിവിടെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ പെയിൻറ്റും ബ്ലൂ കളർ പെയിൻറ്റും കൂടി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് ഇതിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ ചെയ്യണത് ബ്ലറായിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ ബ്ലറായിട്ട് കാണില്ലേ അതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മെറൂൺ കളർ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കളറ് മിക്സ് ചെയ്യണത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത റെഡും ബ്ലൂവും മിക്സ് ചെയ്തില്ലേ അതിൽ കുറച്ച് യെല്ലോ കളറും കൂടി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മുമ്പുണ്ടാക്കിയ കളറിനെക്കാട്ടിലും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അവിടെ ഇവിടെയായിട്ട് റൗണ്ട് ഷേപ്പിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ മുമ്പുണ്ടാക്കിയതിൻ്റെ അടുത്തടുത്തായിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. അടുത്തത് ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. നമ്മളിതിൽ ചെയ്യണത് ആദ്യം ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് റൗണ്ട് വരയ്ക്കുക. അതിൻ്റെ മേലെയുള്ള ഓരോ ലെയറും അതിനേക്കാട്ടിലും കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ട് വേണം റൗണ്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സെയിം ബ്രഷ് യൂസ് ചെയ്ത് താഴേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റൊന്നും എടുത്തിട്ടില്ല, ബ്രഷിലുള്ള ആ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വരച്ച റൗണ്ടുകളില്ലേ അതിൻ്റെ ചുറ്റും പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്ത് അതിൻ്റെ കളറൊന്നും ഇങ്ങനെ സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറിന് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കളറ് റെഡും യെല്ലോവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഇനി റൗണ്ട് വരച്ചു കൊടുക്കാൻ പോണത്. മുമ്പ് വരച്ച പോലെയല്ല, മുമ്പത്തെക്കാട്ടിലും കുറച്ച് ചെറിയ ചെറിയ റൗണ്ടുകൾ വരയ്ക്കണം. അതേപോലെ ബ്രഷ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് കൈവച്ചിട്ട് ഇങ്ങനെ പിരിച്ചിട്ടാണ് ഞാൻ റൗണ്ട് ഉണ്ടാക്കി എടുക്കുന്നത്. ഇങ്ങനെ റൗണ്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. ഈ രീതിയിൽ കുറച്ച് റൗണ്ടുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കളറിൽ അതിൽ കുറച്ചും കൂടി യെല്ലോ മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ട് വേണം ഇനി നമുക്ക് ഇതേപോലെ റൗണ്ടുകൾ വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതും ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വരച്ചില്ലേ അതിൻ്റെ അടുത്തടുത്തായിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്ത് അവിടെ എവിടെയായിട്ട് റൗണ്ടുകൾ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് യെല്ലോ പിന്നെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ടാണ് ഇപ്പോൾ റൗണ്ടുകൾ വരച്ചെടുക്കുന്നത്. അതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഡയറക്റ്റ് യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് റൗണ്ടുകൾ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ കുറച്ച് സമയം എടുക്കും, അത് കാരണമാണ് ഞാൻ മുഴുവൻ കാണിക്കാത്തത്. ഇനി യെല്ലോ കളറിൽ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് മിക്സ് ആക്കിയിട്ട് നല്ല ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഗ്രീൻ കളർ വെച്ചിട്ട് റൗണ്ട് വരച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് റൗണ്ടുകൾ വരച്ചെടുക്കുന്നത്. അങ്ങനെ അതും നമ്മൾ
വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് താഴേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് താഴേക്ക് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് ഗ്രീൻ കളർ വരച്ചിട്ടില്ലേ, അത് ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടും താഴേക്ക് ഇങ്ങനെ ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നല്ല മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളൊക്കെ ഉള്ള ഒരു വിൻഡോയിൽ കൂടെ നോക്കണ പോലെ ആക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ വരച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക. കറക്റ്റ് റൗണ്ടൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വരച്ചിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് വരച്ചിട്ട് ഒരു സൈഡ് മാത്രം കുറച്ച് തിക്കാക്കി എടുക്കുക ബ്ലാക്ക് കളർ വെച്ചിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്കും വൈറ്റും മിക്സ് ആക്കി ഒരു ഗ്രേ ഷെയ്ഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ തിക്കായിട്ട് ബ്ലാക്ക് കളർ വരച്ചിട്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചെറുതായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ച് ചെറിയൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ തുള്ളി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ രീതിയിൽ നിറച്ച് വരച്ചു കൊടുക്കുക. ചെറുതും വലുതൊക്കെ ആയിട്ട് പല പല ഷേപ്പിലുള്ളത് വരച്ചു കൊടുക്കുക. അതേപോലെ വെള്ളം ഒഴുകി വരുന്ന പോലെ ഫീൽ ചെയ്യാനായിട്ട് ഇതേപോലെ തിന്നായിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. മേലിൽ നിന്ന് താഴെ വരെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ലൈനും വരച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ താഴെ വരെ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കേണ്ട, ഇടയിൽ ചെറുതായിട്ട് കട്ടായ പോലെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. താഴെ വരെ വൈറ്റ് കളർ ഉണ്ടാവണം. ഈ ഒരു രീതിയിൽ ഈ ക്യാൻവാസ് ബോർഡ് നിറച്ചും വെള്ളത്തുള്ളികളും ഇതേപോലെ വെള്ളം ഒഴുകി വരുന്ന പോലെയും അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ കുറച്ച് സമയം എടുക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ടില്ലേ, അതിലും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്